രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. സൗഹൃദം ഊഷ്മളമാക്കി ഭാരതവും ചൈനയും. ഷാങ്ഹായ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചൈനയെ പിന്തുണച്ച് പ്രധാനമന്ത്രി. അടുത്ത വർഷം ഭാരതത്തിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഷീ ജിൻപിങ്ങിന് ക്ഷണം. ആനയും വ്യാളിയും ഒന്നിച്ചതായും ഇനിയും മികച്ച അയൽക്കാരെന്നും ഷീ ജിൻപിങ്. ട്രംപിന്റെ താരിഫ് നയത്തെ വിമർശിച്ച് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുലിവൻ. നയം അമേരിക്കയുടെ ആഗോള പ്രസക്തി തന്നെ ഇല്ലാതാക്കി. നിലപാട് ഭാരതത്തെ ചൈനയുമായി അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്നും വിമർശനം. ട്രംപിന്റെ നീരസത്തിന് പിന്നിൽ നോബൽ നഷ്ടബോധം. താരിഫ് ആയുധമാക്കിയത് നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യാൻ മോദി വിസമ്മതിച്ചതോടെ വെളിപ്പെടുത്തലുമായി ന്യൂയോർക്ക് ടൈംസ്. സംഭവം ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ ട്രംപാണെന്ന അവകാശവാദം ഭാരതം തള്ളിയതിന് പിന്നാലെ. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ. വില കുറയാനുള്ള സാഹചര്യം ഗുണകരം. പരിഷ്കാരം നടപ്പിലാക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനം TVക്കൊപ്പം ഓണം ആഘോഷിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ആഘോഷത്തിമിർപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹി മലയാളികളും. ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം. വിശദമായ വാർത്തകൾ പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ഭാരതവുമായുള്ള പിണക്കത്തിന് പിന്നിൽ നോബൽ സമ്മാനമെന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോബൽ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഭാരത് പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദം ഭാരതം തള്ളിയതും ട്രംപിന്റെ പിണക്കത്തിന് കാരണമായി കണക്കാക്കപ്പെടുന്നു. ഭാരതത്തോടുള്ള ട്രംപിന്റെ നീരസത്തിന് കാരണം വെളിപ്പെടുത്തുകയാണ് ന്യൂയോർക്ക് ടൈംസ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സ്വപ്നം കണ്ട ട്രംപിന് തിരിച്ചടിയായത് ഭാരതത്തിന്റെ കടുത്ത നിലപാടാണ്. ഭാരതം പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതോടെ നൊബേൽ മോഹങ്ങൾ കൂപ്പുകുത്തുകയായിരുന്നു. പാകിസ്ഥാനാകട്ടെ ട്രംപിനെ നൊബേൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്യുകയും ചെയ്തു. ഈ രീതിയിൽ ഭാരതവും ശുപാർശ ചെയ്യണമെന്നായിരുന്നു ട്രംപിന്റെ ആഗ്രഹം. ഇക്കാര്യം പലതവണ മോദിയോട് ഫോണിൽ ആവശ്യപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രി അതിന് തയ്യാറായില്ല. ജൂണിൽ G7 ഉച്ചകോടി പൂർണ്ണമാക്കാതെ നേരത്തെ ഇറങ്ങിയ ട്രംപ് മോദിയെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു. ഒപ്പം പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസിം മുനീറിനെയും. ഇരുവരുടെയും ഇടയ്ക്കിരിക്കുന്ന ചിത്രം പകർത്തുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. ഇതിനും മോദി വഴങ്ങാതെ വന്നതോടെയാണ് ട്രംപ് ഭാരതത്തിന് എതിരെ തിരിഞ്ഞത്. ഭാരതത്തിനു മേൽ അധിക തീരുവ ചുമത്തിയിട്ടും മോദി വഴങ്ങിയില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചു: ഭാരതം പാക് സംഘർഷം നിർത്തിച്ചതിന്റെ പേരിൽ എനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്തു ചെയ്തിട്ടും കാര്യമില്ല. അതേസമയം ട്രംപിന് നേരെ നൊബേൽ സമ്മാന കാർഡ് വീശിയ പാകിസ്ഥാനെ ട്രംപ് വാരിപ്പുണർന്നു. പാകിസ്ഥാന് മേൽ വെറും 19% തീരുവ ചുമത്തിയ ട്രംപ് വാരിക്കോരി US നിക്ഷേപങ്ങളും പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന പഴയ ഭാരതമല്ല നവഭാരതം എന്ന ശക്തമായ സന്ദേശമാണ് മോദി ട്രംപിന് നൽകിയത്. ന്യൂസ് ഡെസ്ക് ജനം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയത്തെ വിമർശിച്ച് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സുലിവൻ. അമേരിക്കയുടെ ആഗോള പ്രസക്തി ഇല്ലാണ്ടായി. ട്രംപിന്റെ നിലപാട് ഭാരതത്തെ ചൈനയുമായി അടുക്കാൻ പ്രേരിപ്പിച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. Working to try to build a deeper and more sustainable relationship with, and the China challenge loomed large in that. Now you've got President Trump executing a massive trade offensive against them, and the Indians are saying, well, shit, I guess maybe we have to go show up in Beijing and sit with the Chinese because we got to hedge against America. So this hedging against the United States.
ഷാങ്ഹായ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചൈനയെ പിന്തുണച്ച് പ്രധാനമന്ത്രി 2026 ഭാരതത്തിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം ക്ഷണിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ക്യായ് ഖിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഭാരതത്തിന്റെ സഹകരണത്തിൽ നന്ദി അറിയിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആനയും വ്യാളിയും ഒത്തുചേർന്ന മികച്ച അയൽക്കാരാകാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. ഒന്നിച്ചു നിന്നാൽ വിജയിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ഭാരതവും ചൈനയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള രാജ്യങ്ങൾ മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ഒരുമിച്ച് നിലകൊള്ളണമെന്നും ഷീ ജിൻപിങ് അഭിപ്രായപ്പെട്ടു. വികസന രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം ഉറപ്പാക്കണമെന്നും മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷീ വ്യക്തമാക്കി. 也是全球南方重要成员，肩负着造福我国人民、促进发展中国家团结振兴、推动人类社会进步的重要责任。做睦邻友好的朋友、相互成就的伙伴，实现龙象共舞，应当是中印双方的正确选择。SCO സമ്മേളനത്തിന് മുന്നോടിയായി നേതാക്കന്മാർ സമ്മേളന വേദിയിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സമ്മേളന വേദിയിൽ എത്തിയത്. ചൈനയിലെ ടീൻജിയാങ്ങിലാണ് ബ്രിക്സ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചു. നവഭാരത് നവ് ഛത്തീസ്ഗഡ്. മാറുന്ന ഭാരതത്തിന്റെ നേർക്കാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ നൽകുന്നത്. നക്സൽ മുക്ത ബസ്തർ ആയി കഴിഞ്ഞു പ്രദേശം. വിദ്യാഭ്യാസം, വ്യവസായം, ടൂറിസം വികസനങ്ങൾ പ്രദേശത്ത് അലയടിക്കുകയാണ്. ഇടത് ഭീകരവാദത്തിന്റെ നിഴലിൽ നിന്ന് 4 പതിറ്റാണ്ടിന് ശേഷം ബസ്തർ മോചിപ്പിക്കപ്പെടുകയാണ്. അടുത്ത വർഷം മാർച്ച് മാസത്തിൽ രാജ്യത്ത് ആ വലിയ പ്രഖ്യാപനമെത്തും. രാജ്യം നക്സൽ മുക്തമാകുന്നു. ഇതിൽ ബസ്തർ തലയെടുപ്പോടെ നിൽക്കും. ഗോത്രഹൃദയഭൂമിയായ ബസ്തറിന്റെ ഇന്നത്തെ പരിവർത്തനത്തിന് പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇച്ഛാശക്തിയും പ്രവർത്തനങ്ങളുമാണ്. ഒരു കാലത്ത് ഭീകരർ അരങ്ങുവാണ ഇടങ്ങളിലെല്ലാം ഇന്ന് മാറ്റത്തിന്റെ വെളിച്ചം വീശിക്കഴിഞ്ഞു. ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളും സുരക്ഷാ നടപടികളും ദ്രുതഗതിയിൽ എത്തുന്നുണ്ട്. 2023 അധികാരത്തിലെത്തിയ ശേഷം 80ഓളം തവണ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി മേഖലയിൽ നേരിട്ടെത്തി ജനങ്ങളോട് സംവദിച്ചു. സുക്മയിലെ 50ലധികം പ്രൈമറി സ്കൂളുകൾ പുനർജീവിപ്പിച്ചു. നക്സൽ ഭീകരർ പൂട്ടിയ 29 സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. 7 പുതിയതായി സ്ഥാപിച്ചു. നക്സൽ ബാധിത പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പലിശരഹിത വായ്പാ സൗകര്യം ഏർപ്പെടുത്തി. ഹിന്ദിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യവും സർക്കാർ ഉറപ്പാക്കുന്നു. AI റോബോട്ടിക് വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ തന്നെ ഉറപ്പാക്കി. യുവാക്കൾക്ക് നൽകുന്ന നൈപുണ്യ വികസന പദ്ധതികൾ വേറെയും. 32 നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജഗർഗുണ്ടയിൽ ഉറപ്പാക്കിയ ബാങ്കിംഗ് സൗകര്യം 12 ഗ്രാമങ്ങളിലെ ജനതയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 20 മാസങ്ങളായി സർക്കാരിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായി 1500ഓളം ഭീകരരാണ് കീഴടങ്ങിയത്. പോലീസിന്റെ നടപടിയിലൂടെ മറ്റുള്ളവരെ പിടികൂടുകയോ നിർവീര്യമാക്കുകയോ ചെയ്തു കഴിഞ്ഞു. ഭീകരവാദ ശൃംഖല തന്നെ ഇല്ലാതാക്കാൻ സാധിച്ചു. വൈദ്യുതീകരണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധേയമായ പുരോഗതി വിഷ്ണുദേവ് സായി സർക്കാരിന് കീഴിൽ ബസ്തർ കൈവരിച്ചു. ഈ വർഷം അവസാനത്തോടെ മുഴുവൻ പ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും 2025 ഡിസംബറോടെ പൂർത്തിയാകും. കങ്കർ ജില്ല പൂർണ്ണമായി വൈദ്യുതീകരിച്ചു എന്നത് ഓർക്കുക. ഗോത്ര സമൂഹമാണ് ഇവിടെ ഏറെയും. ഇവരുടെ ഉന്നമനത്തിനായി ക്ഷേമ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഗോത്രവിഭാഗങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സായി ഹോം സ്റ്റേകൾ വികസിപ്പിക്കും. കേന്ദ്രീകൃത വ്യാവസായിക വികസനം ദ്രുതഗതിയിൽ നടക്കുന്നു. ഛത്തീസ്ഗഡ് വ്യാവസായിക വികസന പദ്ധതിയിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നു. സമാനമായ സ്റ്റാർട്ടപ്പുകൾക്കും സർക്കാർ സഹായം ഉറപ്പാണ്.
പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണമാണ് ടൂറിസം നയത്തിൽ പ്രധാനം. ബസ്തർ ഇടനാഴി, ഇക്കോ വൈൽഡ് ലൈഫ് അഡ്വഞ്ചർ സർക്യൂട്ട്, റിലീജിയസ് സർക്യൂട്ട്, ഹെറിറ്റേജ് സർക്യൂട്ട് എന്നിവയുടെ വികസനം നടത്തുന്നു. ബസ്തർ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾക്കും പേരുകേട്ടതാണ്. ഭാരതത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂട്ട് വെള്ളച്ചാട്ടം, ജഗദൽപൂരിനടുത്തുള്ള തീരാദ്ഘട്ട് വെള്ളച്ചാട്ടം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. കാർഷിക മേഖലയ്ക്കും കൈത്താങ്ങാകുകയാണ് സർക്കാർ. ബസ്തറിലെ റോഡുകളും പാലങ്ങളും തന്നെ പരിവർത്തനത്തിൻ്റെ അടയാളങ്ങളാണ്. പുതിയ ബസ്തർ ഇന്ന് ശാന്തിയുടെയും പൈതൃകത്തിൻ്റെയും വികസന ഭൂമിയാണ്. മുല്ലപ്പൂ ചൂടി തിരുവാതിരയ്ക്ക് ചുവടുവെച്ച് ജനം ടിവിക്കൊപ്പം ഓണം ആഘോഷിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ആഘോഷ തിമിർപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹി മലയാളികളും ചേർന്നതോടെ ഇത്തവണ ഓണാഘോഷം അവിസ്മരണീയമായി. ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ഡൽഹിയിലെ 10 ലക്ഷത്തിലധികം വരുന്ന മലയാളി സമൂഹം അവർ ഇക്കുറി ഓണാഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. ജനം ടിവിയും ജനം സൗഹൃദവേദി ഡൽഹിയും നേതൃത്വം ഏറ്റെടുത്തതോടെ പിന്നെ കണ്ടത് പൊടിപൂരം. പഞ്ചവാദ്യത്തോടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ഓണവിളംബരം അറിയിച്ചു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഇങ്ങ് രാജ്യതലസ്ഥാനത്ത് ദേശത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ലംഘിച്ച് ചുവടുവെച്ചു. ഓണപ്പൂക്കളവും മാവേലിയും കൂടി ചേർന്നതോടെ ആഘോഷങ്ങൾക്ക് പത്തരമാറ്റ തിളക്കം. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുഖ്യമന്ത്രി എത്തിയതോടെ ആഘോഷം ഉച്ചസ്ഥായിയിലെത്തി. സ്ത്രീകളും കുട്ടികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് മുല്ലപ്പൂ വെച്ചു നൽകി. വിളക്ക് തെളിയിച്ചതോടെ ഓണാഘോഷത്തിന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സഹായികൾക്കും ജനം ടിവിയും ഡൽഹി മലയാളികളും ഓണക്കോടി സമ്മാനിച്ചു. കലാപരിപാടികൾ ആസ്വദിച്ചും പൂക്കളമിട്ടും തിരുവാതിര കളിച്ചും വടംവലിയിൽ പങ്കുചേർന്നും രേഖാഗുപ്ത തനി മലയാളിയായി. ഡൽഹി മലയാളികൾക്കൊപ്പം ഓണസദ്യ കഴിച്ചും വിളമ്പി നൽകിയും മുഖ്യമന്ത്രി ആതിഥേയയായി. ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ചാണ് ഉച്ചവരെ നീണ്ട ഓണാഘോഷങ്ങൾക്ക് തിരശീല വീണത്. ജനം ഡൽഹി. ഇതോടെ രാജ്യം രാജ്യാന്തരം പൂർണ്ണമാവുകയാണ്. നമസ്തേ.